ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റും ജില്ലയുടെ ചുമതലയുള്ള ആളുകളുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ ഒട്ടുമിക്ക NDAയുടെ സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുത്തത്? നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി സ്ഥാനാർത്ഥികളെല്ലാം 23-ാം തീയതി തിങ്കളാഴ്ചയുടെ അന്ന് നോമിനേഷൻ കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു? വലിയ വിജയപ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം കഴിഞ്ഞ 5 വർഷം മുന്നേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ല 2026 തെരഞ്ഞെടുപ്പ്. 2006 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കേരളത്തിലൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് മാറാത്തത് ഇനി മാറും എന്ന ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ BJP NDA നേരിടുന്നത്. അത് കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായി. മറ്റു പാർട്ടികളോടൊപ്പം നിന്ന ഘടകകക്ഷികൾ ഇന്ന് BJPയോടൊപ്പം ചേരാൻ തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ NCPയുടെ ദേശീയ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ AIADMKയുടെ സംസ്ഥാന അധ്യക്ഷൻ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഘടകകക്ഷികൾ, കൂടുതൽ പാർട്ടിയുടെ നേതാക്കന്മാർ അവർ BJPയോടൊപ്പം NDAയോടൊപ്പം ചേരും. കേരളത്തിലൊരു വിജയപ്രതീക്ഷ ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായി BJP NDA മാറിയിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ ഈ ഒരുപാട് ഘടകകക്ഷികൾ NDAയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും ചില ഘടകകക്ഷികൾ NDA വിടുന്നു എന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ അരുവിക്കരയുടെ കാര്യത്തിൽ കാമരാജ് കോൺഗ്രസ് അരുവിക്കര സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നതാണ്. ചിന്തകളിലേക്കും വർത്തമാനങ്ങളും കടന്നതാണ്. പക്ഷേ ഇപ്പോൾ വിവേക് ഗോപൻ അവിടേക്ക് വരാൻ പോകുന്നു. അതുകൊണ്ട് ഈ ഘടകകക്ഷികൾ മാറുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ? വിവേക് ഗോപൻ എങ്ങനെയാണ് അവിടെ ശോഭിക്കാൻ സാധിക്കുമോ? ഘടകകക്ഷികൾ ആരും തന്നെ മാറിയിട്ടില്ല. ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്നത് KKC ആണ്. KKCയുടെ ചെയർമാൻ കാട്ടാക്കടയിൽ മത്സരിക്കുന്ന PK കൃഷ്ണദാസിനെ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ എത്തി അദ്ദേഹം ഷോൾട്ട് സ്വീകരിച്ചു. അദ്ദേഹം BJPയുടെ ഇന്ന് നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പിണക്കവുമില്ല, ഒരു ദേഷ്യവുമില്ല. അദ്ദേഹം NDAയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഒരു സീറ്റും നമ്മൾ ആർക്കും കൊടുക്കാമെന്നോ വാഗ്ദാനം ചെയ്യുകയോ അവരാവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവർ NDAയുടെ ഭാഗമായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് തയ്യാറായിട്ടുള്ളത്. പിന്നെ വിവേക് ഗോപനെ പോലുള്ള ആൾക്കാർ അരുവിക്കരയിൽ മത്സരിക്കുന്നത് BJPക്ക് വിജയപ്രതീക്ഷ ഉണ്ടാക്കും. NDAക്ക് വിജയപ്രതീക്ഷ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല, ഇപ്പോൾ ഏറ്റവും അടുത്ത നടന്ന സംഭവം മെഡിക്കൽ കോളേജിലെ തീപിടുത്തം. അപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് വളരെ മോശമായ ഒരു അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത്? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞങ്ങൾക്കെന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും പുറത്തു പറഞ്ഞില്ല എങ്കിലും അവരുടെ മനസ്സിനകത്തുകൊണ്ട് കേരളത്തിലെ ആരോഗ്യമേഖല തകർന്ന തരിപ്പണമായി.